ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് എക്സാമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ആനുവൽ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടാവും. എല്ലാവരും എക്സാമൊക്കെ നന്നായിട്ട് എല്ലാ മക്കൾക്കും എഴുതാൻ പറ്റട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതേപോലെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾ എണിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ പാത്തുവിന് കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തപ്പോൾ മൈൻഡ് ചെയ്തില്ല, തിന്നില്ല, എന്നിട്ട് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പ്രതീക്ഷിക്കാണ്ട് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നത്. രാവിലെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ നോർമൽ പോലെ നമുക്ക് ഉച്ചക്കത്തെ കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, രാത്രി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ലെവലിൽ അങ്ങനെ പോവായിരുന്നു. ഇത് പാത്തുവിന് ഇന്നലെ വെച്ച് കൊടുത്താണ് കേട്ടോ. അതിലത്തെ ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ തിന്നിക്കണം, റൈസ് തിന്നിട്ടില്ല. ഞാൻ അത് മുറ്റത്ത് വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റാണ് കേട്ടോ. പക്ഷെ അത് ഇക്ക പറഞ്ഞു മേലെ നമുക്ക് ടാർപ്പായ വലിച്ചു പോലെ കെട്ടാമെന്ന്. കാരണം മഴക്കാലത്ത് കുറച്ച് സീനാണ്, കാരണം അകത്തേക്കൊക്കെ ഊത്താലടിക്കും. പക്ഷെ അത് വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നും ആയിരുന്നില്ല, വൺ ടാസ്ക് ആയിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടാണ് അന്ന് അവിടെ ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ദോശ ഉണ്ടാക്കലും ചമ്മന്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കട്ടൻ കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. സൺലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ എണീറ്റു, അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ഫുഡ് അവരെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് എല്ലാം റെഡി ആയിട്ട് ഞാൻ ഫുഡ് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ വാരി കൊടുത്തു കഴിഞ്ഞാൽ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇത് ബുധനാഴ്ചക്കത്തെ സ്പെഷ്യൽ യൂണിഫോമാണ് കേട്ടോ. ഇവർക്ക് 3 യൂണിഫോമാണ് വരുന്നത്. 3 തരമുണ്ട്. ഇത് ബുധനാഴ്ചക്കത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഓരോരുത്തർക്ക് ബെൽറ്റും മുടികെട്ടലും ഹിയറിംഗ് എയ്ഡ് വെക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹറിബറിയാണ്. രാവിലെ ഒരു 8 മണിക്ക് വരെ എണിക്കുള്ളൂ. അത് കഴിഞ്ഞ് 9:15 വണ്ടി വരും. അപ്പോൾ രണ്ടാളുടെയും പണികൾ എല്ലാ ഇതും തീർക്കണം. പിന്നെ അതേപോലെ മോനും ഉണ്ടാവും, അവൻ്റെ ക്ലീൻ ആക്കാനും പിന്നെ അതേപോലെ ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ കഴിക്കണതിൻ്റെ ഒപ്പം അവനക്കും വേണം. അങ്ങനെയാണ് സ്കൂളിൽ പോണ സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും വേഗം വേഗം തീർക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് വിചാരിക്കാണ്ട് വീട്ടിലുള്ളവർ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കാണ്ട്, ഞാൻ വിചാരിച്ചില്ലെങ്കിൽ ഇവിടെ കയറുന്നു. പക്ഷേ ഈ വഴിയായതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. സോ ഹാപ്പി. വിചാരിച്ചില്ല കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടാണ് പിന്നെ എല്ലാവരും കൂടി പോയത് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ വേഗം തന്നെ കുട്ടികൾക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ ഫുഡ് ദോശയും ചമ്മന്തി ആയിരുന്നല്ലോ. പിന്നെ ഗ്യാസ് തീർന്നാലാണ് ഇപ്പോഴത്തെ എല്ലാവരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഗ്യാസ് എന്നുള്ളത് സംഭവം. അത് തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞൂട്ട കത്തിക്കൽ രാവിലത്തെയാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഞാനൊരു സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാനിത് കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് മോനെ ഉറക്കാൻ കിടത്തി, കൂടെ ഞാനും ഒന്ന് കണ്ണടച്ചു. അപ്പോൾ കാക ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാക്കിൽ ടാർപ്പായ കെട്ടാനും കടയത്തെ ഓർഡറിനനുസരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര നേരമായിട്ട് വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. 11 മണി വരെ ഞാൻ കാത്തിരുന്ന്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ചോറ് ഇതേപോലെ തിളപ്പിച്ച് വിട്ടുണ്ടായിരുന്നു. അത് തിളപ്പിച്ച് വിറ്റ കറി കുറച്ച് അതും ഇതൊക്കെ ആയിട്ടുണ്ട്, ഞാൻ മാത്രമല്ല ഉച്ചക്ക്. അപ്പോൾ പിന്നെ ചിക്കൻ കുറച്ചിരിക്കുന്നു, അപ്പോൾ അതൊന്ന് പൊരിക്കുക എന്നുള്ള പ്ലാനിങ്സ്. പിന്നെ ഉച്ചരിഞ്ഞിട്ട് രാത്രികൾക്ക് എന്തെങ്കിലും ജസ്റ്റ് വെക്കാം എന്നുള്ളൊരു ലെവലിലായിരുന്നു. അപ്പോൾ മോന് ഭയങ്കര വാശിയാവും. ദീദിമാർ പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ അങ്ങനെ അത് വേണം ഇത് വേണം എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വേണ്ട അവനക്ക്. എപ്പോൾ നോക്കിയാലും കരച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. എൻ്റെയും അവനക്ക് ഞാൻ ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ. മീൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതിലത്തെ മീനും പിന്നെ ചോറും കൂടിയിട്ട് അവൾക്ക് വാരി കൊടുത്തു. കഴിക്കാനൊക്കെ മടിയാണ്. പിന്നെ ആൾക്ക് തൈര് കൂട്ടി കൊടുക്കുമ്പോൾ പിന്നെയും ആൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്ക് തൈര് കൂട്ടി കൊടുക്കും. അപ്പോൾ അവൻ്റെ ഫുഡ് അടിക്കൽ കഴിഞ്ഞപ്പോൾ ഞാനും കഴിച്ചു. ഇതേപോലെ എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു, കുറേശ്ശെ കറികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനും, നമുക്ക് ആരും ഇല്ലെങ്കിൽ ഒരു ഇതല്ലേ, അപ്പോൾ ഞാൻ
ഇവൻ രാവിലെ ഉറങ്ങണ സമയത്ത് ഞാൻ വേഗം പോയി കുളിക്കുകയാണ് ചെയ്തത്. കുളിക്കാൻ ഇവൻ സമ്മതിക്കില്ല. എന്നെ ദീദി ആരും വീട്ടിലില്ലെങ്കിൽ ഇവൻ ആരും കണ്ടില്ലെങ്കിൽ കരയുള്ളൂ. അപ്പം ഞാൻ ആദ്യം പോയി കുളിച്ചു. എന്നിട്ട് ഫുഡ് കൊടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അടിച്ചു വാരി ഇട്ടത് കേട്ടോ. തുടക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടു. കുറച്ചൊരു കരട് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു ഇടങ്ങറാണ്. അതുകൊണ്ട് വേഗം തന്നെ അടിച്ചു വാരി എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ എന്താ മക്കൾ വന്ന് പരത്തണതാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ എൻ്റെ വെട്ടി കഷ്ണങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന എന്തായാലും എങ്ങനെ നോക്കിയാലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഹാളിൽ ഇരുന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ റൂമിലേക്കാക്കി. കാരണം പെട്ടെന്ന് പരക്കുകയാണ് ഹാളിൽ. ഒരു ഡ്രസ്സ് അടിക്കാനിരുന്നാൽ തന്നെ ഇഷ്ടം പോലെ വെട്ട് കഷ്ണങ്ങളും നൂലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ വരുമ്പോൾ നമുക്കതൊരു ഇടങ്ങേറല്ലേ. അപ്പോൾ ഞാനത് മെഷീന് പിന്നെ പവർ മെഷീൻ വാങ്ങിയപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു റൂം ഫ്രീ ആയിട്ടുണ്ട്, പുറത്തെ റൂം. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലേക്ക് മാറ്റി. പിന്നെ ഒരു നല്ലൊരു സ്റ്റിച്ചിങ് റൂമാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു സർവത്ത് പാസ്സാക്കി കേട്ടോ. നന്നാരി സർവത്ത് ഉണ്ടാക്കി. നോമ്പിൻ്റെ കുറച്ച് നന്നാരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു നന്നാരി കലക്കി ഞാനും മോനും കുടിച്ചു. കുട്ടികൾക്ക് കുറച്ചെടുത്ത് വെച്ച് വന്നു നോക്കുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അവനടിയിൽ ഇരുന്നിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 4 മണിയായപ്പോൾ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഫ്രിഡ്ജിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടത്ത് നല്ല കയറി വരിക. അപ്പോൾ ഇങ്ങനെ ഒരു തണുത്ത ഒരെണ്ണം കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളത് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അടിച്ചു കൂട്ടും. അപ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണ്. കാരണം നല്ല ദാഹവും ഇതൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ മോനക്ക് എന്നും 4 മണിക്ക് ആദ്യമൊക്കെ പഴം വാട്ടിയിട്ടാണ് നെയ്യിൽ വാട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ അവനക്കത് മട്ടിക്കണോണ്ട് പിന്നെ അവനക്ക് ജ്യൂസാണ് കൊടുക്കാറ്. അപ്പോൾ നേന്ത്രപ്പഴം കുറച്ചധികം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം കുറച്ച് പുളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴത്തോലിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേപ്പിന് ഒഴിച്ചു കൊടുത്തു. ഇനി രാത്രിക്കൽക്ക് കുറച്ച് മുരിങ്ങടല പറിക്കാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മൾ മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട്. കുറേശ്ശെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. വലിയ നനയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ആദ്യമൊക്കെ നല്ല ഉണ്ടാവുന്നൊരു ചെടിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നോക്കണില്ല, അതാണ് മെയിനായിട്ട്. അത് നമുക്ക് മുരിങ്ങയുടെ കൊമ്പും കാര്യങ്ങളും. പിന്നെ ഒന്നാമത് എനിക്ക് പേടിയാണ് ആ ഒരു ഇതിലേക്ക് പോവാൻ. കാരണം പാമ്പുണ്ടാവും, അതുണ്ടാവും. നല്ല കാട് പോലെയാണ് വളർന്നേക്കുന്നത്. സെറ്റാക്കണം, ഒരാൾ നമ്മളെ കൂടെ നിൽക്കുക വെച്ച് ഞാൻ സെറ്റാക്കും. പക്ഷെ എല്ലാത്തിനും നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ ഇക്കാകെ ഉള്ള സമയത്ത് കുഴപ്പമില്ല, ഇല്ലാത്ത സമയത്തായതുകൊണ്ടാണ് ഇക്കാക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ മുരിങ്ങയില പറിച്ചു കൊടുന്ന് അതൊന്ന് ഉരിഞ്ഞെടുക്കുക ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. പിന്നെ രാത്രിക്കൽക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് മുരിങ്ങയിലയും പരിപ്പും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മക്കൾ മുറ്റത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരിയുമ്പോൾ വിചാരിച്ചില്ല ഇത് നാളേക്കുള്ള കറിയാകും എന്നുള്ളത്. കാരണം കറിയൊന്നും എടുക്കേണ്ടി വന്നില്ല. രാത്രി വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങി. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. അസ്സലാമു അലൈക്കും.